പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. പ്ലസ് വൺ മാത്തമാറ്റിക്സിലെ 13ാമത്തെ ചാപ്റ്ററാണ് ടെക്സ്റ്റ് ബുക്കിൽ. വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളാണ് പ്ലസ് ടുവിൽ കൂടുതലായിട്ട് വരുന്നത്. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്നാണ് ഈ ചാപ്റ്ററിന്റെ പേര്. സെക്കൻഡ് ഇയറിലേക്ക് എത്തുമ്പോൾ നമുക്ക് കൂടുതൽ ഭാഗങ്ങൾ മാത്തമാറ്റിക്സിൽ കാൽക്കുലസ് പാർട്ടാണ് പഠിക്കാനുള്ളത്. കാൽക്കുലസ് പാർട്ട് എന്ന് പറയുമ്പോൾ ലിമിറ്റ്സ്, ഡെറിവേറ്റീവ്സിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ അപ്ലിക്കേഷൻ, ഇന്റഗ്രൽ കാൽക്കുലസ് ആയിട്ട് ഇന്റഗ്രേഷൻ, ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ, അതിൽ ഡെഫിനിറ്റ് ഇന്റഗ്രൽ, അതിന്റെ അപ്ലിക്കേഷൻ, ഇങ്ങനെ കുറെ ഭാഗങ്ങൾ വലിയ വലിയ പാർട്ട് പ്ലസ് ടുവിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതൊക്കെ ഇതിന്റെ തുടർച്ചയാണ്. അപ്പൊ ഈ ചാപ്റ്റർ നിങ്ങൾ ട്രിഗണോമെട്രിയെ കണ്ട മാതിരി തന്നെ വളരെ ശ്രദ്ധിച്ച് പഠിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്ററാണ്. നന്നായിട്ട് കൺസെപ്റ്റ് കിട്ടേണ്ട ഒരു ചാപ്റ്റർ കൂടിയാണ്. അപ്പൊ ഇതിലേക്ക് നമ്മള് ചാപ്റ്ററിലേക്ക്, ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്ററിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് രണ്ട് വിഷയങ്ങൾ ഇതിലേക്ക് ആവശ്യമുള്ളതും തുടർന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളതുമായിട്ട് പറയാനുണ്ട്. അതിലാദ്യത്തെ ഒരു കൺസെപ്റ്റാണ് ലോഗരിതംസ്. അത് ഈ ചാപ്റ്ററിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ ലോഗരിതംസ് ഒന്നും കാണില്ല. പക്ഷെ നിങ്ങൾക്ക് നന്നായിട്ട് ഇനി മുന്നോട്ട് പോകുമ്പം എസ്പെഷ്യലി സെക്കൻഡ് ഇയറിൽ മാത്തമാറ്റിക്സിൽ ലോഗിന്റെ ആവശ്യം ഉണ്ടാവും, ലോഗരിതത്തിന്റെ ആവശ്യം ഉണ്ടാവും. ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ ആവശ്യം ഉണ്ടാവും. പഴയ നമ്മളെ ഹയർ സെക്കൻഡറി സിലബസിൽ ലോഗരിതംസ് എന്നൊരു ചാപ്റ്റർ തന്നെ ഉണ്ടായിരുന്നു പ്ലസ് വണ്ണിൽ. അത് ഇടയ്ക്കൊരു റിവിഷൻ വന്നപ്പോൾ ആ ചാപ്റ്റർ എങ്ങനെ ഒഴിവായി പോയി. അത് ഒഴിവാകാൻ പാടില്ലായിരുന്നു. അത് അത്രയും ആവശ്യമുള്ളതാണ്. ഇനിയോ നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങളെല്ലാം പറയാം. അപ്പൊ ആദ്യമായിട്ട് ഞാൻ ചില എക്സാമ്പിൾസ് പറയാം. ആദ്യമായിട്ട് 2നെ റേസ് ടു 3 ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 8 ആണ് അല്ലേ? ഇത് നമ്മൾ പറയും 8ന്റെ ലോഗരിതം ടു ദ ബേസ് 2 ഈസ് ഈക്വൽ ടു 3. അത് എഴുതുക. LOG എഴുതും, ലോഗ്, ഇവിടെ 8 എഴുതും, ഈ താഴെയായിട്ട് 2 എഴുതും. ഇത് വായിക്കുക. ലോഗ് 8 to the base, BASE, base 2 is the number 3. Another example. ഇപ്പൊ 2നെ തന്നെ raised to 5 ചെയ്താൽ 32 ആ കിട്ടുക. ഇതിന്ന് ലോഗരിതം ഫോമിലേക്ക് പറഞ്ഞാൽ ലോഗ് 32 to the base 2 is equal to 5. എക്സാമ്പിൾ 3. 10നെ സ്ക്വയർ ചെയ്താൽ എല്ലാവർക്കും അറിയാം 100 ആണ്. ഇത് നമുക്ക് പറയാം ലോഗരിതം ഓഫ് 100 ടു ദി ബേസ് 10 ഈസ് ഈക്വൽ ടു 2. 4. √2നെ റേസ് ടു 4 ചെയ്താൽ √2 into √2 into √2 into √2 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ 4 കിട്ടും അല്ലേ? 2 into 2 4 കിട്ടും. This implies log 4 base √2 is equal to 4. Example 5. 0.2നെ raised to -1 ചെയ്താൽ raised to -1 1 by ആവും. 1 by 0.2, which implies log 1 by 0.2 to the base 0.2 is equal to -1. Example 6. 6 raised to -2 is equal to 1 by 6 square അഥവാ 1 by 36, which implies log 1 by 36 base 6 equal to -2. Example 7. 7 raised to 1 is equal to 7, which implies log 7 base 7 is equal to 1. Example 8. Pi raised to 0
ഇസ് ഈക്വൽ ടു ഒരു നമ്പർ, പോസിറ്റീവ് നമ്പറിന്റെ പവറിൽ 0 ഇട്ട 1 ആണല്ലോ. അപ്പൊ ലോഗ് 1 ബേസ് പൈ ഈസ് ഈക്വൽ ടു 0. ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ചെയ്താം. ഞാൻ ഇന്റീജർ ബേസ് വരുന്നത്, ഇറാഷണൽ ബേസ് വരുന്നത്, റാഷണൽ ബേസ് വരുന്നത്, അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് കുറച്ചൊന്നും ചെയ്യും. 2 എക്സാമ്പിളോട് നമുക്ക് ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ പറയാം. ചില പ്രത്യേക കേസ് പറയുമ്പോൾ ആവശ്യമുണ്ടാവും. 0.1 സ്ക്വയർ ചെയ്താൽ നിങ്ങൾക്കറിയാം 0.01 ആണ്. which implies log 0.01 to the base 0.1 equal to 2. 0.1 തന്നെ ക്യൂബ് ചെയ്താൽ, എക്സാമ്പിൾ 10, 0.1 ക്യൂബ് ചെയ്താൽ 0.001 ആണ്. 0.1 into 0.1 into 0.1, which implies log 0.001 to the base 0.1 is equal to 3. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഡെഫിനിഷനിലേക്ക് ഇനി കുറച്ച് എക്സാമ്പിൾസ് കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചൊക്കെ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി ഞാൻ ലോഗരിതംസ് ഡെഫിനിഷൻ പറയാം. ലോഗരിതം ഡിഫൈൻ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മളെ കയ്യിൽ ഒരു ബേസ് വേണം. ആ ബേസിന് ചില ഡിമാൻഡ് ഒക്കെ ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഒരു നമ്പർ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്, അതെന്നെ 1 ആവാൻ പാടില്ല. നമുക്ക് ചർച്ച ചെയ്യാം എന്തുകൊണ്ടാണ് 1 ആയുള്ള കുഴപ്പം എന്താണ്. ആൻഡ് a raised to x equal to m, then we say that the logarithm of m to the base a is equal to x, and we write log m to the base a equal to x. So that is log m to the base a is equal to x if and only if, simple vaika, if and only if m equal to a raised to x. അപ്പൊ എമ്മിന്റെ ലോഗരിതം എ ബേസിൽ എക്സ് ആന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്റെ പവറിൽ എക്സ് എന്ന നമ്പർ ഇടുമ്പോ ആൻസർ എം കിട്ടും. ക്ലിയർ അല്ലേ? ഇനിയിപ്പോ ഈ എക്ക് ഇത്രയും റെസ്ട്രിക്ഷൻസ് ഒക്കെ എന്തിനാണ് പറഞ്ഞത്? എന്തൊക്കെ റെസ്ട്രിക്ഷൻ പറഞ്ഞത്? പോസിറ്റീവ് ആവണം, അതോടൊപ്പം തന്നെ 1 ആവാൻ പാടില്ല. നെഗറ്റീവ് ആയുള്ള പ്രശ്നം, നെഗറ്റീവ് നമ്പറിന്റെ ചില പവറുകളൊക്കെ റിയൽ നമ്പർ അല്ലാണ്ടാവും. നമ്മൾ ലോഗരിതത്തിൽ കൈകാര്യം ചെയ്യുന്നത് റിയൽ നമ്പറുകൾ മാത്രമാണ്. ഓക്കെ, എന്താ പ്രശ്നം? ചിലപ്പം എക്ക് പകരം -4 എടുത്തു, എന്നിട്ട് എന്റെ പവറിൽ 1/2 ആണ് ഞാൻ ഇടുന്നതെങ്കിൽ അത് -4ന്റെ പവറിൽ 1/2 വരും. 1/2 പവർ എന്ന് പറഞ്ഞാൽ അത് സ്ക്വയർ റൂട്ട് ആണ്. റൂട്ട് ഓഫ് -4നെ പറ്റിയിട്ട് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 5th ചാപ്റ്റർ കോംപ്ലക്സ് നമ്പേഴ്സ് ചാപ്റ്ററിൽ റൂട്ട് ഓഫ് നെഗറ്റീവ് നമ്പർ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇത് റിയൽ അല്ല. ഐ വരുന്ന നമ്പർ റിയൽ നമ്പർ അല്ലല്ലോ. അതുകൊണ്ട് നമ്മളിവിടെ റിയൽ നമ്പർ മാത്രം പരിഗണിക്കുന്നുണ്ട്. ഇത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ നമ്മൾ എക്ക് നെഗറ്റീവ് നമ്പർ തീരെ എടുക്കുന്നില്ല. ഇനി സീറോന്റെ പ്രശ്നം എന്താ? സീറോന്റെ എല്ലാ പവറും നമുക്ക് കണ്ടൂടെ? സീറോന്റെ എല്ലാ പോസിറ്റീവ് പവറും നമുക്ക് കാണാം. പോസിറ്റീവ് പവർ ഏത് കണ്ടാലും 0 തന്നെ കിട്ടുക. പക്ഷെ സീറോന്റെ പവറിൽ നെഗറ്റീവ് വരുമ്പോഴും സീറോന്റെ പവറിൽ 0 വരുമ്പോഴും അത് റിയൽ നമ്പർ ആവില്ല. ഇപ്പൊ 0 raised to -1 എന്ന് പറഞ്ഞാൽ അത് 1/0 ഈസ് നോട്ട് റിയൽ. ഇത്തരം സിറ്റുവേഷൻസ് സീറോന്റെ കേസിൽ ഉണ്ടാവും. അതുകൊണ്ട് 0നെ നമ്മൾ എടുക്കുന്നില്ല. പിന്നെ 1നെ എന്തിനാണ് ഒഴിവാക്കിയത്? അതിനും കാരണമുണ്ട്. ഇപ്പൊ 1നെ എ എടുത്തിട്ട് 1ന്റെ പവറിൽ 25 ഇട്ടു, എന്താ കിട്ടുക? 1നെ കിട്ടുക. 1ന്റെ പവറിൽ 25 ഇട്ടാ 1 കിട്ടും. എന്നിട്ട് 1ന്റെ ലോഗ് 1 ബേസിൽ 25 എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം. പക്ഷെ അടുത്ത ആള് പറയും 1ന്റെ പവറിൽ 35 ഇട്ടപ്പോഴും 1 തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ 1ന്റെ ലോഗ് 1 ബേസിൽ 35 എടുക്കുമ്പോൾ രണ്ടും ഈ സെയിം അല്ല. അപ്പൊ 1ന്റെ പ്രശ്നം, 1ന്റെ എല്ലാ പവറും നമുക്ക് കാണാം. പോസിറ്റീവ് പവർ കാണാം, നെഗറ്റീവ് പവർ കാണാം, 0 പവറും കാണാം. പക്ഷെ 1ന്റെ ഏത് പവർ കണ്ടാലും 1 തന്നെ കിട്ടുക. അപ്പൊ 1 ബേസ് വെച്ചുകൊണ്ട് ലോഗരിതം ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത്രയും റെസ്ട്രിക്ഷൻസ് നിങ്ങൾ ഓർക്കുക. അപ്പൊ ലോഗരിതം എന്ന് പറയുമ്പോ ഒരു ബേസ് വേണം. ആ ബേസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ അല്ല, ഒരുപാട് നമ്പർ ഉണ്ട്, എന്നാലും റെസ്ട്രിക്ഷൻ ഉണ്ട്. പോസിറ്റീവ് ആവണം, 1 ആവാൻ പാടില്ല. അപ്പൊ ലോഗില് ബേസ് എപ്പോഴും ഒരു പോസിറ്റീവ് നമ്പർ ആണ്.
1 ആവാൻ പാടില്ല. പോസിറ്റീവ് നമ്പർ 1 ആവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും ഒക്കെ ഉണ്ട്. 0 പോയിന്റുകൾ ഒരുപാടുണ്ട്. 0 പോയിന്റുകളൊക്കെ ബേസ് ആയിട്ട് എടുക്കാം. 1 പോയിന്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. 2 ഉണ്ട്, 2 പോയിന്റ് ഉണ്ട്, 3 ഉണ്ട്, 3 പോയിന്റ് എക്സെട്ര. അങ്ങോട്ടുള്ള എല്ലാ റിയൽ നമ്പറും റെഡിയാണ്. അത് മതി ബേസ്. അങ്ങനെ ബേസ് എടുത്തു, ഡിഫൈൻ ചെയ്തു. എക്സാമ്പിൾസ് ആണ് ഈ കാണുന്നത്. അപ്പൊ ഇനി ഇവിടെ കുറച്ച് ഇതിന്ന് കുറച്ച് പ്രത്യേക നോട്ടുകൾ നമ്മൾ എഴുതി വെക്കേണ്ടിട്ട് അത് ഞാൻ പറയാം. ചില എക്സാമ്പിൾസിൽ നിങ്ങൾക്ക് അത് ചിലപ്പം കണ്ടിട്ടുണ്ടാവും. നമ്മളിവിടെ കണ്ടത് എക്സാമ്പിൾ നമ്പർ 7 നോക്കൂ. എക്സാമ്പിൾ നമ്പർ 7ല് 7 raised to 1 is equal to 7. അപ്പൊ log 7 to the base 7 is equal to 1. അത് 7 മാത്രമല്ല, അനുവദിക്കപ്പെട്ട ഏത് ബേസ് ആയാലും നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഞാൻ പ്രത്യേകം നോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഒന്ന് a raised to 1 is equal to a തന്നെയാണ് എന്നറിയാം. അപ്പോ log a to the base a is equal to 1 ആണ്. അപ്പൊ ഒരു നമ്പറിന്റെ ലോഗ് ആ നമ്പർ തന്നെയാണ് ബേസ് എടുക്കുന്നതെങ്കിൽ 1 ആണ്. അപ്പൊ 1ന്റെ ലോഗ് 1 ബേസിൽ 1 ആണോ എന്ന് ചോദിക്കരുത്. കാരണം നമ്മൾ ഡെഫിനിഷനിലെല്ലാം പറഞ്ഞു കഴിഞ്ഞു ബേസ് ആയിട്ട് 1 എടുക്കില്ല. അപ്പൊ പിന്നെ a 1 ആവോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. അപ്പൊ അനുവദിക്കപ്പെട്ട ഏത് ബേസിൽ എടുത്താലും ഒരു നമ്പറിന്റെ ലോഗ് ആ നമ്പറിന്റെ ബേസ് ആണെങ്കിൽ 1 കിട്ടുള്ളൂ. പിന്നെ നോട്ട് 2, നിങ്ങൾ എക്സാമ്പിൾ നമ്പർ 8 നോക്കൂ. പൈ റേസ് 0 1. അപ്പൊ 1ന്റെ ലോഗ് പൈ ബേസിൽ 0 എന്ന് എഴുതി. അത് പൈക്ക് മാത്രമല്ല, ഏത് പോസിറ്റീവ് നമ്പറിന്റെ പവറിൽ 0 ഇട്ടാലും 1 കിട്ടുക. അപ്പൊ a raised to 0 is equal to 1 ആണ്. അതുകൊണ്ട് log 1 ബേസ് a is equal to 0 ആണ്. അപ്പൊ log 1 കണ്ടാ പിന്നെ ബേസ് അന്വേഷിക്കണ്ടില്ല. ഏത് ബേസ് ആയാലും 1ന്റെ ലോഗ് 0 ആണ്. log 1 0 ആണ്. ഇതൊക്കെ ചെറിയ കാര്യമാണെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആട്ടോ. ദെൻ തേർഡ് വൺ, എന്റെ പവറിൽ ഞാൻ ഇട്ട നമ്പർ log m ബേസ് a. ഇപ്പൊ ആലോചിച്ചോ പറയാതെ. എന്റെ പവറിൽ log m ബേസ് a. ഫോർ എക്സാമ്പിൾ 2ന്റെ പവറിൽ log 16 ബേസ് 2 ഒന്ന് ആലോചിക്കണം ഈസ് ഈക്വൽ ടു 2 raised to 16ന്റെ ലോഗ് 2 ബേസിൽ എന്ന് പറഞ്ഞാൽ 16 കിട്ടാൻ 2ന്റെ പവറിൽ എത്ര ഇടണം? അങ്ങനെ നമ്പർ പറയാൻ പറ്റുമോ? 2ന്റെ പവറിൽ ഒരു നമ്പർ ഇടുമ്പോൾ 16 കിട്ടാറുണ്ട്. ഏതാണ് നമ്പർ? യെസ്, 4. അപ്പോ log 16 ബേസ് 2 എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ ഇത് 2 raised to 4 ആയി. 2 raised to 4 നിങ്ങൾക്ക് അറിയാം 16 ആണ്. ഈ 16 ഒരു കേർവ് ഇല്ലാതെ നിൽക്കുന്നു. അനദർ എക്സാമ്പിൾ, ഇപ്പൊ 10ന്റെ പവറിൽ log 1000 ബേസ് 10 ആണ്. അപ്പൊ അത് 10 raised to എത്ര വരാനാലേക്ക്? 10ന്റെ പവറിൽ 1000ന്റെ ലോഗ് 10 ബേസിൽ 1000 കിട്ടാൻ 10ന്റെ പവറിൽ ഏത് നമ്പർ ഇടേണ്ടത്? ഞാൻ ഈസി ആയിട്ടുള്ളതാണ് പറയുന്നത്. 1000 കിട്ടാൻ 10ന്റെ പവറിൽ 3 ഇട്ടാ മതി. അപ്പൊ 1000ന്റെ ലോഗ് 10 ബേസിൽ 3 ആണ്. 10 raised to 3 1000 ആണ്. ബൈ 1000 ഇങ്ങനെ തന്നെ നിൽക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അപ്പൊ എന്റെ പവറിൽ log m ബേസ് a ആണെങ്കിൽ ഒന്നും ആലോചിക്കാനില്ല, ഇറ്റ് വിൽ ബി ഈക്വൽ ടു m. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അപ്പൊ a raised to log m ബേസ് a, ഈ എയും എയും സെയിം ആണെങ്കിൽ എമ്മിന് ഒരു മാറ്റം ഉണ്ടാവില്ല. പിന്നെ ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ മനഃപൂർവ്വം എഴുതിയിട്ടുണ്ട്, ഒരേ ബേസുള്ള 2 എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. എക്സാമ്പിൾ 1ഉം 2ഉം പിന്നെ എക്സാമ്പിൾ 9ഉം 10ഉം. എക്സാമ്പിൾ 1ലും 2ലും ഞാൻ എടുത്ത ബേസ് 2 ആണ്. ഒന്നാമത്തെ എക്സാമ്പിളില് 8ന്റെ ലോഗ് 2 ബേസിൽ 3 ആണ്. രണ്ടാമത്തെ എക്സാമ്പിളിൽ 32ന്റെ ലോഗ് 2 ബേസിൽ 5 ആണ്. 8ഉം 32 നമ്മൾ കമ്പയർ ചെയ്താൽ 8 ഈസ് ലെസ് ദാൻ 32 അല്ലേ? 3ഉം 5ഉം കമ്പയർ ചെയ്താൽ 3 ഈസ് ലെസ് ദാൻ 5. അപ്പൊ ഇവിടെ ചെറിയ നമ്പറിന് ചെറിയ ലോഗ്, വലിയ നമ്പറിന് വലിയ ലോഗ്. ഇനി എക്സാമ്പിൾ 9 10ന് ഞാന് 0.1 ആണ് ബേസ് എടുത്തത്. 0.1 ബേസ് എടുത്തിട്ട് എഴുതി വന്നപ്പോ എക്സാമ്പിൾ 9ന് നമുക്ക് കിട്ടിയത് 0.01ന്റെ ലോഗ് 0.1 ബേസിൽ 2 ആണ്.
ഇവിടെ 10th എക്സാമ്പിളിൽ 0.001ന്റെ ലോഗ് 0.1 ബേസിൽ 3 ആണ്. 0.01ഉം 0.001ഉം കമ്പയർ ചെയ്യുമ്പോ 0.01 വലുതാണ്. ഓക്കെ, 2ഉം 3ഉം കമ്പയർ ചെയ്താൽ 3 ആണ് വലുത്. അപ്പൊ ഇവിടെ വലിയ നമ്പറിന് ചെറിയ ലോഗും ചെറിയ നമ്പറിന് വലിയ ലോഗും വന്നിരിക്കുന്നു. അത് എപ്പോഴാ സംഭവിക്കാന്ന് നിങ്ങൾക്ക് ആലോചിച്ചാൽ കിട്ടും. എന്താണ് നമ്മൾ എടുക്കുന്ന ബേസ്, എക്ക് പകരം എടുക്കുന്ന നമ്പർ 1നെ കാട്ടി കൂടുതലാണെങ്കിൽ, മോർ ദാൻ 1 ഉള്ള നമ്പറാണ് ബേസ് എങ്കിൽ, ചെറിയ നമ്പറിന് ചെറിയ ലോഗരിതവും വലിയ നമ്പറിന് വലിയ ലോഗരിതവും ആയിരിക്കും. എന്നാൽ ബേസ് ആയിട്ട് എടുക്കുന്ന നമ്പർ 0ന്റെയും 1ന്റെയും ഇടയ്ക്കുള്ള 0 ഡെസിമലുകളാണെങ്കിൽ, 0 ഡെസിമലിന്റെ പ്രത്യേകത അതിന്റെ പവർ കൂടുന്തോറും ആൻസർ കുറഞ്ഞു വരില്ല. നിങ്ങൾ നോക്ക്, 0.1നെ സ്ക്വയർ ചെയ്തപ്പോ 0.01 ആ, ക്യൂബ് ചെയ്തപ്പോ 0.001 ആ. അപ്പൊ 0ന്റെയും 1ന്റെയും ഇടയ്ക്കുള്ള നമ്പറുകളുടെ പവർ കൂടുന്തോറും ആൻസർ കുറയല. അപ്പൊ ബേസ് ആയിട്ട് വരുന്ന നമ്പർ 0ന്റെയും 1ന്റെയും ഇടയ്ക്കുള്ള ഡെസിമൽസ് ആണെങ്കിൽ, ചെറിയ നമ്പറിന് വലിയ ലോഗരിതം, വലിയ നമ്പറിന് ചെറിയ ലോഗരിതം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതാൻ പോകുന്ന വിഷയം 4ാമത്തെ നോട്ട്, ലോഗ് എം ബേസ് എ ലെസ് ദാൻ ലോഗ് എൻ ബേസ് എ ആണ് എങ്കിൽ എം എന്നിനെ പറ്റി എന്താ പറയാന്ന് ചോദിച്ചാൽ, എമ്മിന്റെ ലോഗ് ചെറുതും എന്നിന്റെ ലോഗ് വലുതും. അപ്പൊ ഉടനെ ചാടി കയറിയിട്ട് എം ചെറുതും n വലുതും പറയാൻ പറ്റില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് 2 കേസായിട്ട് പറയണം. ബേസ് ആയിട്ട് വരുന്ന നമ്പർ മോർ ദാൻ 1 ആണെങ്കിൽ, ചെറിയ ലോഗുള്ള നമ്പർ ചെറുതും വലിയ ലോഗുള്ള നമ്പർ വലുതും. എന്നാൽ ബേസ് ആയിട്ട് വരുന്ന നമ്പർ 0ന്റെയും 1ന്റെയും ഇടയ്ക്കുള്ള ഡെസിമൽ ആണെങ്കിൽ, ചെറിയ ലോഗുള്ള നമ്പർ വലുതായിരിക്കും. അപ്പൊ ഇവിടെ എമ്മിന്റെ ലോഗ് എന്നിന്റെ ലോഗിനെക്കാട്ടും ചെറുതാണെങ്കിൽ, ഈ ദാറ്റ് എ ഗ്രേറ്റർ ദാൻ 1, എം ചെറുതും n വലുതുമായിരിക്കും. എന്നാൽ ഈ 0 ലെസ് ദാൻ എ ലെസ് ദാൻ 1, 0 പോയിന്റുകളാണ് എ എങ്കിൽ, ചെറിയ ലോഗുള്ള നമ്പർ വലുതായിരിക്കും. അപ്പൊ ലോഗിന്റെ ഇനീക്വാളിറ്റിയിൽ നിന്ന് നമ്മൾ ഇനീക്വാളിറ്റി ഒഴിവാക്കുമ്പോ ബേസിനെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം ഒഴിവാക്കാൻ. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ലോഗ് എക്സ് ബേസ് 5 ലെസ് ദാൻ ലോഗ് വൈ ബേസ് 5 ആണെങ്കിൽ, നമുക്ക് ധൈര്യമായിട്ട് പറയാം എക്സ് ലെസ് ദാൻ 5 വൈ ആണ്. എന്നാൽ ലോഗ് എക്സ് ബേസ് 1/5 ലെസ് ദാൻ ലോഗ് വൈ ബേസ് 1/5 ആണെങ്കിൽ, ഇപ്പൊ ബേസ് എത്ര വന്നത് 1/5. 1/5 എന്ന് പറഞ്ഞാൽ 0 പോയിന്റ് അല്ലേ, 0 പോയിന്റ് ആണ്. അപ്പൊ 0 പോയിന്റ് ആണ് ബേസ് എങ്കിൽ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയ ലോഗ് ഉള്ളത് വലിയ നമ്പർ ആയിരിക്കും. ഇപ്പൊ എക്സിന്റെ ലോഗ് ചെറുതാണെങ്കിൽ എക്സ് വലുതായിരിക്കും. ഇതൊന്നും നിങ്ങൾ മനസ്സിൽ വെക്കുക. അപ്പൊ ഡെഫിനിഷനും അതിന്റെ എക്സാമ്പിൾസും അതിന് കിട്ടിയ ചില 4 ഇമ്പോർട്ടന്റ് നോട്ട്സ് പറഞ്ഞു. ഇനി നമുക്ക് ലോഗരിതവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനുള്ളത്, ലോഗരിതത്തില് 4 ഇമ്പോർട്ടന്റ് റിസൾട്ടുകൾ ഉണ്ട്. അതിന് ലോസ് ഓഫ് ലോഗരിതം എന്താണ് നമ്മൾ ഹെഡിങ് കൊടുക്കുന്നത്, ലോസ് ഓഫ് ലോഗരിതം. സോ നെക്സ്റ്റ് സൈഡ് ഹെഡിങ്, ലോസ് ഓഫ് ലോഗരിതംസ്. ഒന്നാമത്തത് ലോഗരിതത്തിലെ പ്രൊഡക്റ്റ് റൂൾ എന്നാണ് പേര് പറയുന്നത്. എന്താണ് പറയുന്നത് നോക്കാം. ലോഗിന്റെ പ്രൊഡക്റ്റ് റൂൾ പറയുന്നത്, log of m into n to some base a is equal to log m to the base a plus log n to the base a. അതായത് 2 നമ്പറുകൾ ഇൻഡു ചെയ്ത് ലോഗ് കാണുന്നതിന് പകരം രണ്ടാളുടെയും ലോഗ് വേറെ വേറെ കണ്ടിട്ട് ആ ലോഗ് പ്ലസ് ചെയ്താൽ മതി. ഇത് സൗകര്യമുള്ള റിസൾട്ടാണ്. ഇൻഡു ചെയ്ത് ലോഗ് എടുക്കുന്നതിന് പകരം രണ്ടാളുടെയും ലോഗ് കണ്ടിട്ട് ഇൻഡു ചെയ്താൽ മതി, സോറി പ്ലസ് ചെയ്താൽ മതി. ഞാൻ ഇതിന്റെ എക്സ്പ്ലനേഷൻ ആദ്യം പറയാം. പ്രൂഫ്. Logarithm of a product is equal to
സം ഓഫ് ദ ലോഗരിതംസ്. ഞാൻ ആ ലോഗിന് രണ്ട് പേരിടാണ്. എമ്മിന്റെ ലോഗ് എ ബേസിൽ എക്സ് എന്ന് പേരിട്ടു. എന്നിന്റെ ലോഗ് എ ബേസിൽ വേറൊരു ലെറ്റർ വൈ എന്നും പേരിട്ടു. അപ്പൊ ഉടനെ നമുക്ക് ലോഗരിതം ഒഴിവാക്കി പറയുമ്പോൾ ഡെഫിനിഷൻ പ്രകാരം നേരത്തെ പറഞ്ഞു എം ഈസ് ഈക്വൽ ടു എന്റെ പവറിൽ എക്സ്, അതേപോലെ എൻ ഈസ് ഈക്വൽ ടു എന്റെ പവറിൽ വൈ. ഇനി നമുക്ക് എം എന്നിന്റെ ലോഗിനെ പറ്റിയല്ലേ ചർച്ച ചെയ്യണ്ടേ? അപ്പൊ നമുക്ക് എം ഇൻറ്റു എൻ എന്താ നോക്കാം. എം ഇൻറ്റു എൻ എന്ന് പറയുമ്പോൾ അത് എ റൈസ് ടു എക്സ് ഇൻറ്റു എ റൈസ് ടു വൈ. എമ്മിന് പകരം എന്നിന് പകരം. അത് നിങ്ങൾ സ്കൂൾ ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുണ്ടാവും. ലോ ഓഫ് എക്സ്പോണന്റില് എ റൈസ് ടു എക്സ് ഇൻറ്റു എ റൈസ് ടു വൈ ഈസ് ഈക്വൽ ടു എ റൈസ് ടു എക്സ് പ്ലസ് വൈ. അപ്പൊ മക്കൾ നോക്ക്, ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് എം ഇൻറ്റു എൻ എന്ന നമ്പർ എന്റെ പവർ ആക്കിയപ്പോ എന്റെ പവറിൽ എക്സ് പ്ലസ് വൈ ആണ്. എന്റെ പവറിൽ എക്സ് ഇടുമ്പോ എം ആണ് ആൻസർ എങ്കില് എമ്മിന്റെ ലോഗ് എ ബേസിൽ എക്സ് ആണ്. എന്റെ പവറിൽ വൈ ഇടുമ്പോ എൻ ആണെങ്കിൽ എന്നിന്റെ ലോഗ് എ ബേസിൽ വൈ ആണ്. അപ്പോ എന്റെ പവറിൽ എക്സ് പ്ലസ് വൈ ഇടുമ്പോ എം എൻ കിട്ടിയിരിക്കുന്നു. അപ്പൊ ലോഗരിതത്തിലേക്ക് മാറ്റി പറയുമ്പോ therefore log mn to the base a is equal to ഈ പവറിലുള്ള നമ്പർ ആണ്, അത് എക്സ് പ്ലസ് വൈ ആണ്. എക്സ് നമ്മൾ ഇട്ട പേര് ഇതാണ്. അതുകൊണ്ട് എഴുതിയാൽ എക്സിന് പകരം ലോഗ് എം ബേസ് എ പ്ലസ് വൈക്ക് പകരം ലോഗ് എൻ ബേസ് എ. അപ്പൊ എന്താ കിട്ടിയത്? ലോഗരിതം ഓഫ് എം ഇൻറ്റു എൻ ഇസ് ഈക്വൽ ടു ലോഗ് എം ഇൻറ്റു അല്ല പ്ലസ് ലോഗ് എൻ. അഥവാ മൾട്ടിപ്ലൈ ചെയ്ത് ലോഗ് എടുക്കുന്നതിന് പകരം ലോഗ് എടുത്തിട്ട് ആഡ് ചെയ്താൽ മതി. ഇത് രണ്ടെണ്ണത്തിലുള്ള 3, 4 ഒക്കെ പറയാം. ഞാൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് പറയാം. ലോഗ് ഓഫ് എം ഇൻറ്റു എൻ ഇൻറ്റു പി 3 എണ്ണം ഉണ്ട് വിചാരിക്കാം. ടു സം ബേസ് എ should be equal to log m to the base a plus log n to the base a plus log p to the base a. അത് കുറെ എണ്ണത്തിന് പറയാം. ലോഗ് ഓഫ് m1 ഇൻറ്റു m2 ഇൻറ്റു എക്സെട്ര എം കെ വരെ എന്റെ വിചാരിക്കാം. ടു സം ബേസ് എ ആണെങ്കിൽ ആദ്യത്തത് ലോഗ് m1 ടു ദ ബേസ് എ പ്ലസ് ലോഗ് m2 ടു ദ ബേസ് എ പ്ലസ് എക്സെട്ര പ്ലസ് ലോഗ് mk ടു ദ ബേസ് എ. ചുരുക്കിയിട്ട് മക്കൾ മനസ്സിലാക്കേണ്ടത് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ ലോഗ് കാണുന്നതിന് പകരം ഓരോന്നിന്റെ ലോഗ് കണ്ടിട്ട് ആഡ് ചെയ്താൽ മതി. അതാണ് പ്രൊഡക്റ്റ് റൂൾ ഓഫ് ലോഗരിതം. ദെൻ രണ്ടാമത്തത് കോഷ്യന്റ് റൂള്. ലോഗിന്റെ കോഷ്യന്റ് റൂള് അത് ഇങ്ങനെയാണ് പറയുന്നത്. ലോഗ് ഓഫ് എം ബൈ എൻ ടു ദ ബേസ് എ, എം ഇൻറ്റു എന്നിന് പകരം എം ഡിവൈഡഡ് ബൈ എൻ ആണെങ്കിൽ അത് ലോഗ് എം ടു ദ ബേസ് എ മൈനസ് log n to the base a. Logarithm of a quotient is equal to logarithm of numerator minus logarithm of denominator. അതിന് നമുക്കൊരു എക്സ്പ്രഷൻ കൊടുക്കാം. ഇവിടുന്ന് തുടങ്ങാം. ലോഗ് എമ്മിനെ എക്സ് എന്ന് പേരിട്ടു, ലോഗ് എന്നിനെ ബേസ് എയിൽ വൈ എന്ന് പേരിട്ടു. അപ്പൊ എം ഇസ് ഈക്വൽ ടു എ റൈസ് ടു എക്സ്, എൻ ഇസ് ഈക്വൽ ടു എ റൈസ് ടു വൈ. ഇനി നമുക്ക് നേരത്തെ എം എൻ എടുത്തതിന് പകരം ഇവിടെ നമ്മള് എം ബൈ എൻ എടുക്കണം. അപ്പൊ എ റൈസ് ടു എക്സ് ബൈ എ റൈസ് ടു വൈ. എ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എ റൈസ് ടു വൈ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് എ റൈസ് ടു എക്സ് മൈനസ് വൈ ആണ്. ദാറ്റ് ഈസ് എം ബൈ എൻ ഇസ് ഈക്വൽ ടു എന്റെ 4 ആക്കിയപ്പോ എത്രയാണ്? എക്സ് മൈനസ് വൈ ആ. അങ്ങനെയാണ് ലോഗിലേക്ക് പറയുമ്പോൾ ലോഗ് എം ബൈ എൻ ടു ദ ബേസ് എ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ ആ. ആ നേരത്തെ വന്ന പ്ലസിന് പകരം മൈനസ് ആയി. എക്സിന് പകരം ലോഗ് എം ബേസ് എ മൈനസ് വൈക്ക് പകരം ലോഗ് എൻ ബേസ് എ. ദാറ്റ് ഈസ് ലോഗ് ഓഫ് എം ബൈ എൻ ഇസ് ഈക്വൽ ടു ലോഗ് എം മൈനസ് ലോഗ് എൻ. ഏത് ബേസ് ആയാലും ഇതാണ് കോഷ്യന്റ് റൂൾ. ദെൻ മൂന്നാമത്തത് ലോഗരിതത്തില് പവർ വരുമ്പോ പവർ റൂൾ എന്നാ പേര് പറയുന്നത്. പവർ റൂള് ലോഗ് ഓഫ് എമ്മിന്റെ പവറിൽ ഒരു കെ ഉണ്ട്, ബേസ് കെ ആണ്. എമ്മിന് പകരം എം റൈസ് ടു കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ള സൗകര്യം ഈ റൂള് പറയുന്നത് കെ അങ്ങോട്ട് മുന്നിൽ എടുക്കാം. കെ ഇൻറ്റു
ലോഗ് എം ബേസ് എ എടുത്താൽ മതി. ഇതാണ് നമ്മൾ പവർ റൂള് എന്ന പേരിട്ട് പറയുന്നത്. ലോഗ് ഓഫ് എം പവറിൽ കെ എം റൈസ് ടു കെ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ലോഗ് എം. ബേസിന് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, ഏത് ബേസിൽ പറയാം. അപ്പൊ ഇതിന്റെ പ്രൂഫ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്കിവിടെ ഒരു ലോഗ് ഉണ്ട് എം ബേസ് എ, ഞാൻ അതിനെ എക്സ് എന്ന് പേരിട്ടു. ദെൻ ഡെഫിനിഷൻ പ്രകാരം എം ഇസ് ഈക്വൽ ടു എ റൈസ് ടു എക്സ്. അതുകൊണ്ട് ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് എം റൈസ് ടു കെ ആണ്. എം റൈസ് ടു കെ എന്ന് പറയുമ്പോൾ എ റൈസ് ടു കെ, എ റൈസ് ടു എക്സ് റൈസ് ടു കെ, എ റൈസ് ടു എക്സ് റൈസ് ടു കെ. ലോ ഓഫ് എക്സ്പോണന്റ് പ്രകാരം എ റൈസ് ടു എക്സ് ഹോൾ റൈസ് ടു കെ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു എ റൈസ് ടു എക്സ് ഇൻറ്റു കെ അഥവാ എ റൈസ് ടു കെ ഇൻറ്റു എക്സ്. അതായത് എം റൈസ് ടു കെ ഈസ് ഈക്വൽ ടു എ റൈസ് ടു ആക്കിയപ്പോ എ റൈസ് ടു കെ എക്സ് ആണ്. അപ്പൊ ലോഗിലേക്ക് പറയുമ്പോൾ ലോഗ് ഓഫ് എം റൈസ് ടു കെ ബേസ് എ ഈസ് ഈക്വൽ ടു ഈ പവറിൽ കാണുന്ന കെ എക്സ് ആണ്. കെ അവിടെ നിൽക്കട്ടെ, എക്സിന് പകരം ഇത് എഴുതാം. എന്ത്? ലോഗ് എം ബേസ് എ. കണ്ടല്ലോ? പ്രൂഫ് ഞാൻ നിങ്ങൾക്കൊന്ന് മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ്. നമുക്ക് റിസൾട്ട് ആണ് വേണ്ടത്. പ്രൂഫ് നിങ്ങൾക്ക് സംഗതി മനസ്സിലാകാൻ വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. പ്രൂഫ് കൂടി ഉണ്ടാകുമ്പോഴാണ് മനസ്സിൽ നിൽക്കുക. ദെൻ നാലാമത്തത് ബേസ് ചേഞ്ചിങ് റൂൾ. ലോഗിന്റെ ബേസ് ചേഞ്ചിങ് റൂള്. ഉള്ള ബേസ് മാറ്റിയിട്ട് നമുക്ക് പുതിയ ബേസിനെ കൊണ്ടുവരാം. അതിനൊരു റൂൾ ഉണ്ട്. ആ റൂൾ പ്രകാരം ചെയ്യാൻ പറ്റും. അത് പറയുന്നത് ഇങ്ങനെയാണ്. ലോഗ് എം ബേസ് എ ഈസ് ഈക്വൽ ടു, നമ്മൾ എക്ക് പകരം പുതിയൊരു ബേസ് എഴുതി ലോഗ് എം ബേസ് ബി. വെറുതെ എ ഒഴിവാക്കി ബി എഴുതാൻ പറ്റൂല. ഇവിടെ ഇൻറ്റു വേണം. ഇൻറ്റു ആരാന്ന് ചോദിച്ചാൽ ലോഗ് ബി ബേസ് എ. അപ്പോഴാണ് കറക്റ്റ് ആവുക. ബേസ് ചേഞ്ചിങ് റൂൾ പറയുന്നത് ലോഗ് എം to the base a is equal to log m to the base b into log b to the base a. അപ്പൊ അവസാനം a എത്തണം. അപ്പൊ ഇതിനുണ്ടാവും ഒരു എക്സ്പ്ലനേഷൻ. ഞാൻ അതൊരു എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം, പിന്നെ പ്രൂഫ് പറയാം. ഓ 64ന്റെ ലോഗ് 2 ബേസില് നമുക്ക് ആലോചിച്ചാൽ കിട്ടും. 2ന്റെ പവർ എടുക്കുമ്പോൾ 64 വരുമോ? വിരലിൽ 2ന്റെ പവർ എത്ര ഇടുമ്പോഴാന്ന് ആലോചിക്കുക. 2ന്റെ ക്യൂബ് 8, 2 raised to 4 16, raised to 5 ആകുമ്പോൾ 32, 2 raised to 6 ആണ് 64. അപ്പൊ 64ന്റെ ലോഗ് 2 ബേസിൽ 6 ആണ്. ഓക്കെ, ഇനി 64ന്റെ തന്നെ ലോഗ് ബേസ് 8 ആലോചിച്ച് നോക്കിയേ. 8ന്റെ പവറിൽ എത്ര ഇടുമ്പോഴാണ് 64 കിട്ടുക? 2. ഓക്കെ, ഇനി 8ന്റെ ലോഗ് 2 ബേസിൽ 8 കിട്ടാൻ 2 raised to 3. അപ്പൊ ലോഗ് 3 ആണ്. 6 2 3. 6 is equal to 2 into 3. ശരിയല്ലേ? അതായത് 64ന്റെ ലോഗ് ബേസ് 2 is equal to 64 ലോഗ് ബേസ് 8, ലോഗ് 64 ബേസ് 8 into 3ക്ക് പകരം ലോഗ് 8 ബേസ് 2. Log 64 base 2 is equal to log 64 base 8 into log 8 base 2. Log m to the base a is equal to log m to the base b into log b to the base a. എക്ക് പകരം m ന് പകരം 64, എക്ക് പകരം 2, b ന് സ്ഥാനത്ത് 8. അങ്ങനെ ഒരുപാട് നമ്പർ വെച്ചൊക്കെ പറയാം. അപ്പൊ ഇത് എക്സാമ്പിൾ കാണിച്ചതാണ്. ഇനി ഞാൻ എക്സാമ്പിൾ ഇല്ലാതെ ഇതിന്റെ പ്രൂഫ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ലെറ്റ്സ്, നമുക്കിവിടെ 3 ലോഗ് ഉണ്ട്. ലോഗ് എം ബേസ് എ ഞാൻ എക്സ് എന്ന് പേരിട്ടു. ലോഗ് എം ബേസ് ബി ആണ് എടുത്തത്, അതിന് വേറെ ലെറ്റർ വൈ എന്ന് പേരിട്ടു. ലോഗ് ബി ബേസ് എ ആണ് മൂന്നാമത്തെ, അതിനെ സെഡ് എന്നും പേരിട്ടു. 3 പേരിട്ട വേറെ വേറെ കേട്ടോ. അപ്പോ പിന്നെ നമ്മൾ കാണിക്കേണ്ടത് എക്സ് ഇസ് ഈക്വൽ ടു വൈ ഇൻറ്റു സെഡ് എന്നാ. അപ്പൊ നമുക്ക് ഡെഫിനിഷൻ ഓഫ് ലോഗ് പ്രകാരം ഉടനെ പറയാം എം ഇസ് ഈക്വൽ ടു എ റൈസ് ടു എക്സ്, വീണ്ടും m is equal to b raised to y, മൂന്നാമത്തേന് b is equal to a raised to z. നിങ്ങൾ നോക്ക്, m is equal to a raised to x, അതേ m തന്നെ b raised to y, that is ഇത് രണ്ടും സെയിം ആ. a raised to x equal to b raised to y. Okay, that is a raised to x equal to b ആരാ? b a raised to z ആണ്.
അപ്പൊ ബിക്ക് പകരം എ റൈസ് ടു സെഡ് എഴുതുമ്പോ എ റൈസ് ടു സെഡിന്റെ പവറിൽ y. ദാറ്റ് ഈസ് എ റൈസ് ടു എക്സ് ഇസ് ഈക്വൽ ടു എ റൈസ് ടു വൈ സെഡ് അല്ലെങ്കിൽ സെഡ് വൈ. എന്റെ പവറിൽ എക്സ് ഇടുമ്പോഴും എന്റെ പവറിൽ വൈ സെഡ് ഇടുമ്പോഴും ഒരേ നമ്പർ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു വൈ സെഡ് എന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? പറ്റും. കാരണം ഇവിടെ നമ്മളെ എ ലോഗിന്റെ ബേസ് ആയിട്ട് വന്ന നമ്പർ ആണ്. അപ്പൊ എ 1 അല്ല. 1ന്റെ കേസിൽ 1/5 തന്നെയാണ് 1/7. 5 = 7 അല്ല. പക്ഷേ ഇവിടെ നമ്മുടെ എ 1 അല്ലാത്തത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പറയാം എക്സ് ഈക്വൽ ടു വൈ സെഡ്. അങ്ങനെ ഉറപ്പിക്കാനുള്ള കാരണം സിൻസ് എ നോട്ട് ഈക്വൽ ടു 1. എ 1 ആണെങ്കിൽ 1ന്റെ പവറിൽ എക്സ് ഇടുമ്പോഴും 1ന്റെ പവറിൽ വൈ സെഡ് ഇടുമ്പോഴും ഈക്വൽ കിട്ടും, 1 കിട്ടും. പക്ഷെ എക്സ് ഈക്വൽ ടു വൈ സെഡ് ആവണമെന്നില്ല. പക്ഷെ നമുക്ക് 1 ആവാത്ത നമ്പർ ആണ് എ. കാരണം ലോഗിന്റെ ബേസ് 1 വരില്ല എന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് എക്സിന് പകരം ലോഗ് എം ബേസ് എ, വൈക്ക് പകരം ലോഗ് എം ബേസ് ബി ഇൻറ്റു സെഡിന് പകരം ലോഗ് ബി ബേസ് എ. ബേസ് ചേഞ്ചിങ് റൂൾ. ഇത്രയാണ് ലോസ് ഓഫ് ലോഗരിതം ചർച്ച ചെയ്യാനുള്ളത്. ഇതിൽ നിന്നും 1-2 പോയിന്റ് അഡീഷണൽ ഈ ബേസ് ചേഞ്ചിങ് റൂൾ നമുക്ക് പറഞ്ഞു വെക്കാം. നിങ്ങൾ ഇതൊന്നും കൂടി വായിക്കൂ. ലോഗ് എം ബേസ് എ ഇസ് ഈക്വൽ ടു ലോഗ് എം ബേസ് ബി ഇൻറ്റു ലോഗ് ബി ബേസ് എ. ഇത് തിരിച്ചു വായിച്ചാൽ ലോഗ് എം ബേസ് ബി ഇൻറ്റു ലോഗ് ബി ടു ദ ബേസ് എ ഇസ് ഈക്വൽ ടു ലോഗ് എം ടു ദ ബേസ് എ. അങ്ങനെയാണെങ്കിൽ ഞാൻ നോട്ട് ചെയ്യാൻ പോകുന്ന വിഷയം ശ്രദ്ധിച്ചോ. ഒന്നാമത്തത് ലോഗ് എം ബേസ് എ ഇൻറ്റു ലോഗ് എ ബേസ് എം. നോക്കിയേ, ലോഗ് എം ബേസ് ബി ഇൻറ്റു ലോഗ് ബി ബേസ് എ ആണെങ്കിൽ ലോഗ് എം ബേസ് എ ആണ്. ലോഗ് എം ബേസ് എ ആണ്. അപ്പൊ ഇവിടെ ലോഗ് എം ബേസ് എ ഇൻറ്റു ലോഗ് എ ബേസ് എം ആണ്. ലോഗ് എം ബേസ് എം ആവുക. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒരു നമ്പറിന്റെ ലോഗ് അത് തന്നെയാണ് ബേസ് എങ്കിൽ 1 ആണ്. അപ്പൊ ഈ 2 ലോഗുകൾ ഇൻറ്റു ചെയ്യുമ്പോൾ 1 ആണ്. ഇപ്പൊ എക്സും വൈയും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ 1 ആണെ നമ്മൾ പറയാറുണ്ട് y is equal to 1/x. അതേപോലെ ലോഗ് എം ബേസ് എയും ലോഗ് എ ബേസ് എം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 കിട്ടുന്നുണ്ട്. therefore log m base a is equal to 1 divided by log a base m. അപ്പൊ എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ലോഗരിതത്തില് ബേസ് നമ്പറും അങ്ങോട്ട് ഇങ്ങോട്ട് ഇന്റർചേഞ്ച് ചെയ്താല് ഒന്നും മറ്റേ റെസിപ്രോക്കൽ ആവും. സിമ്പിൾ റിസൾട്ട് ആണ്. ലോഗ് 8 ബേസ് 2 3 ആണ്, നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പൊ ലോഗ് 2 ബേസ് 8 ആണെങ്കിൽ അത് 1/3 ആയിരിക്കും. അത്രേ ഉള്ളൂ വിഷയം. അപ്പൊ ലോഗ് എം ബേസ് എ ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ലോഗ് എ ടു ദ ബേസ് എം. അപ്പൊ നമുക്ക് ഇനി ബേസ് ചേഞ്ചിങ് റൂൾ ഒന്ന് മാറ്റി പറയാം. ലോഗ് എം ബേസ് എ നമ്മൾ കണ്ടത് ലോഗ് എം ബേസ് ബി ഇൻറ്റു ലോഗ് ബി ബേസ് എ എന്നാണ്. ഇതിനെ നമുക്ക് എന്താ ചെയ്യാൻ പോണെന്ന് ചോദിച്ചാല് ലോഗ് എം ബേസ് ബി ഇവിടെ നിർത്തി ഇൻറ്റു ഇതിനെ ഞാൻ 1/, ആക്കി താഴെ കിടക്കുമ്പോ ലോഗ് എം ബേസ് എ ഇസ് ഈക്വൽ ടു 1/, ആക്കുമ്പോ ലോഗ് എ ബേസ് എം ആ. അപ്പൊ ലോഗ് ബി ബേസ് എനെ ഡിനോമിനേറ്ററിലേക്ക് ആക്കുമ്പോ ലോഗ് എ ബേസ് ബി ആവും. അപ്പൊ ബേസ് ചേഞ്ചിങ് റൂളിനെ ഇൻറ്റു ആക്കി പറഞ്ഞതിന് പകരം ഡിവൈഡഡ് ബൈ ആക്കിയും പറയാം. Log m to the base a is equal to log m to the base b divided by log a base b. രണ്ടും ഒന്ന് തന്നെയാണ്. ഇത് ഇൻറ്റു ആയിട്ട് പറഞ്ഞു, ഇത് ഡിവൈഡഡ് ബൈ ആയിട്ട് പറഞ്ഞു. എങ്ങനെ ഡിവൈഡഡ് ബൈ എന്ന് വെച്ചാൽ ഈ ഇൻറ്റു ഉള്ളത് താഴെ പോകുമ്പോൾ അങ്ങോട്ടോട്ട് മാറും. അതാണ് ഇവിടെ a to the base b ആയത്. ഇത്രയും കാര്യങ്ങളാണ് ലോഗരിതമായിട്ട് നമുക്ക് റിസൾട്ടുകളായിട്ട് വേണ്ടത്. പിന്നെ 2 പേരിട്ട് പറയുന്ന ലോഗരിതംസ് ഉണ്ട്, നിങ്ങൾ കേൾക്കും. അതിലൊന്ന് കോമൺ ലോഗരിതം. കോമൺ ലോഗരിതം എന്ന് പറഞ്ഞാൽ ലോഗരിതം ടു ദ ബേസ് 10. 10 ബേസ് ഉള്ള ലോഗാണ് കോമൺ ലോഗരിതം. കോമൺ ലോഗരിതം. When the base of logarithm is 10, it is called common logarithm. നിങ്ങളുടെ ക്ലാസ് ടേബിളിന്റെ ഒക്കെ ആദ്യത്തെ 2 പേജിൽ ലോഗരിതംസ് കാണാം. അത് കോമൺ ലോഗരിതം ആണ്. 10ന്റെ പവർ വെച്ചിട്ട് കൊടുത്തിരിക്കുക. പിന്നെ കേൾക്കുന്ന ഒരു പേരാണ് നാച്ചുറൽ ലോഗരിതം. നാച്ചുറൽ ലോഗരിതം. നാച്ചുറൽ ലോഗരിതത്തിന്റെ ബേസ്
ഇ എന്ന നമ്പറാണ്. അത് പക്ഷെ ഹൈസ്കൂൾ ക്ലാസ്സിലൊന്നും നിങ്ങൾ ആ നമ്പറിനെ പരിചയപ്പെട്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ പൈ എന്ന നമ്പർ പരിചയപ്പെട്ടിട്ടുണ്ട് ഹൈസ്കൂൾ ക്ലാസ്സിലൊക്കെ തന്നെ. ഒരു ഇറാഷണൽ നമ്പറാണ് പൈ. is an irrational number. Its approximate value is 3.14. അതേപോലെ വേറൊരു നമ്പർ ഉണ്ട്, സ്മോൾ ലെറ്റർ ഇ കൊണ്ടാ കാണിക്കുക. ഇതിന്റെ കൃത്യമായ ഡെഫിനിഷൻ, it is the sum of the infinite series 1 plus 1 by 1 factorial plus 1 by 2 factorial plus 1 by 3 factorial plus 1 by 4 factorial plus etc. ഈ സമ്മ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്തോ അതിനെയാണ് നമ്മൾ മാത്തമാറ്റിക്സിലെ ഇ എന്ന നമ്പർ കൊണ്ട് കാണിക്കുന്നത്. ഇറ്റ് ഈസ് എൻ ഇറാഷണൽ നമ്പർ. പയ്യെ പോലുള്ള ഒരു ഇറാഷണൽ നമ്പർ ആണ്. അപ്പൊ ഈ ഒരു അപ്രോക്സിമേഷനും കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പുതിയ നമ്പർ പരിചയപ്പെടുകയാണ്. ഈ സീരീസ് സം ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, ഭയങ്കര വലുപ്പമൊന്നും ഉണ്ടാവില്ല. അതേ നമ്മൾ നോക്ക്, അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോ ആ നമ്പർ ഇങ്ങനെ കുറഞ്ഞു വരിക. നമുക്കൊന്ന് നോക്കാം. 1 by 1 ഫാക്ടോറിയൽ 1 ഫാക്ടോറിയൽ 1 അല്ലേ? അപ്പൊ ഇത് 1 തന്നെ. ഈ 1ഉം 1ഉം കൂടി 2. പിന്നെ 1 by 2 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ 2 ആ. അപ്പൊ 1 by 2 എന്ന് പറഞ്ഞാൽ 0.5 ആ. അപ്പൊ ഇത് മൂന്നും കൂടി 2.5 ആയി. ഇനി 1 by 3 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ 6 ആ. 1 by 6 ഒരു 0 ചെറിയ നമ്പർ ആയിരിക്കും. അടുത്ത 1 by 4 ഫാക്ടോറിയൽ 1 by 24 അത് കുറച്ചുകൂടി ചെറിയ നമ്പർ ആയിരിക്കും. പിന്നെ 1 by 5 ഫാക്ടോറിയൽ 1 by 120. പിന്നെ 1 by 720. പിന്നെ 1 by 7 ഫാക്ടോറിയൽ 5040. 1 by 5040 എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറിയ നമ്പർ ആയിരിക്കും. പിന്നെ 1 by 8 ഫാക്ടോറിയൽ 40320 8 ഫാക്ടോറിയൽ. അപ്പൊ അങ്ങോട്ട് പോകുമ്പോ ആ നമ്പർ വളരെ ചെറുതായി വരും. അപ്പൊ ഇവിടെ ഏകദേശം വരിക, ഇത് ഓർത്ത് വെക്കാം നിങ്ങള്, 2.71828 ആണ് 5 ഡെസിമൽ പ്ലേസിന് റൗണ്ട് ചെയ്താൽ കിട്ടുക. ഇതിനൊരു ഓർഡർ ഒന്നും ഇല്ലാതെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്ന നമ്പറിനെയാണ് നമ്മൾ ഇറാഷണൽ നമ്പർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ ഒരു അപ്രോക്സിമേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക. 2.7 എങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ പൈനെക്കാട്ടി കുറച്ച് ചെറിയ നമ്പറാണ്. പൈ 3.14 ആണ്, ഇത് 2.7 സംതിങ് ആണ്. ഈ ഇ എന്ന നമ്പർ ബേസ് ആയിട്ട് വരുന്ന ലോഗിന്റെ പേരാണ് നാച്ചുറൽ ലോഗരിതം. അപ്പൊ രണ്ട് പേരിട്ട് പറയുന്ന ലോഗരിതം, കോമൺ ലോഗരിതം, നാച്ചുറൽ ലോഗരിതം. കോമൺ ലോഗിന്റെ ബേസ് 10, നാച്ചുറൽ ലോഗിന്റെ ബേസ് ഇയുടെ വാല്യൂ ഇതാണ്. ഇനി നമ്മൾ മാത്തമാറ്റിക്സിൽ മുന്നോട്ട് പോകുമ്പോൾ, കാൽക്കുലസിൽ മുന്നോട്ട് പോകുമ്പോ നമുക്ക് വെറുതെ ലോഗ് എക്സ് നേടിയിട്ടുണ്ട്, ബേസ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ അത് എടുക്കേണ്ടത് നാച്ചുറൽ ലോഗാണ്. അപ്പൊ LOG x മാത്രം എഴുതി വെച്ചാൽ അവിടെ ബേസ് ഇ ആണ്. ചില ടെക്സ്റ്റ് ബുക്കിൽ LNX നേടിയിട്ടുണ്ടാവും, അതും നാച്ചുറൽ ലോഗാണ്. അപ്പൊ LNX കണ്ടാലും LOG x കണ്ടാലും ബേസിനെ പറ്റി ഒന്നും എഴുതിയില്ലെങ്കിൽ അത് ഈ ബേസ് ആണ്. വേറെ ഏത് ബേസ് ആണെങ്കിലും അവിടെ എഴുതും. അപ്പോ ഇവിടെ ബേസ് എഴുതും, 2 ആണെങ്കിൽ ബേസ് എഴുതും. അപ്പൊ എഴുതാത്ത ബേസ് കണ്ടാല് അവിടെ എടുക്കേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കലല്ല, അത് നാച്ചുറൽ ലോഗാണ്, ഈ ബേസ് ആണ്. കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഹയർ മാത്തമാറ്റിക്സിൽ പഠിക്കും. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നില്ല, പക്ഷെ നമുക്ക് വേണം. ഇനി നമുക്ക് ഈ ലോഗിന്റെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ലോഗരിതമിക് ഫംഗ്ഷൻ പറയണം. അപ്പൊ ഫംഗ്ഷൻ പറഞ്ഞ ലോഗ് എന്താണെന്ന് അറിയാത്ത ആൾക്ക് ഫംഗ്ഷൻ മനസ്സിലാവില്ല, ലോഗരിതമിക് ഫംഗ്ഷൻ മനസ്സിലാവില്ല. മുന്നോട്ട് പോകുമ്പോൾ ലോഗിന്റെ ഡെറിവേറ്റീവ് വേണം, ലോഗ് വെച്ചുകൊണ്ടുള്ള ഒരു ലിമിറ്റ് വേണം. സെക്കൻഡറിലൊക്കെ ഇന്റഗ്രേഷൻ ചാപ്റ്ററിലൊക്കെ എത്തിയാൽ എല്ലാ പേജിലും ലോഗ് ഇല്ലാത്ത പേജ് ഉണ്ടാവില്ല, ആൻസർ ആയിട്ടും ക്വസ്റ്റ്യൻ ആയിട്ടും ഒക്കെ. അപ്പൊ ലോഗ് അറിയാത്ത ഒരാൾക്ക് മുന്നോട്ട് പോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ഇതൊക്കെ എല്ലാതെയും പറയാം, പക്ഷെ കറക്റ്റ് ആയിട്ട് കൺസെപ്റ്റ് കൂടെ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഈ സംഗതികൾ നല്ലോണം വായിച്ചു നോക്കുക. ലോഗിന്റെ ഡെഫിനിഷൻ, എക്സാമ്പിൾസ്, ലോസ് ഓഫ് ലോഗരിതം, അതിൽ തന്നെ പേരിട്ട് പറഞ്ഞ 2 ലോഗ്, കോമൺ ലോഗരിതം, നാച്ചുറൽ ലോഗരിതം. കോമൺ ലോഗിന്റെ ബേസിൽ തന്നെ നാച്ചുറൽ ലോഗിന്റെ ബേസ് ഇയുടെ വാല്യൂ ഇതാണ്, ശരിക്കുള്ള ഡെഫിനിഷൻ ഇങ്ങനെയാണ്, അതിന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ ഇതാണ്. ഇത് പുതിയൊരു നമ്പർ ആണ്, നിങ്ങൾ പരിചയപ്പെട്ടു വെച്ചു. ഈ എന്ന് പറഞ്ഞാൽ നമ്മളെ കോണിക് സെക്ഷൻ ചാപ്റ്ററിലെ എക്സെൻട്രിസിറ്റിക്ക് കാണിക്കുന്ന അല്ല, അത് വേറെയാണ് കേട്ടോ. ഓക്കെ, കാൽക്കുലസിലെ ആണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.